പുതുപ്പെണ്ണിന്റെ നാണത്തോടെയും മനസ്സ് നിറയെ പ്രതീക്ഷകളോടെയുമാണ് അമ്മു ഇന്ദ്രന്റെ മുറിയിലേക്ക് കയറിയത്. കയ്യിലിരുന്ന പാൽ ഗ്ലാസ്സിലെ പാൽ അവളുടെ വിരലുകളുടെ വിറയൽ കാരണം ചെറുതായി ഇളകുന്നുണ്ടായിരുന്നു. മുല്ലപ്പൂക്കളുടെ തീക്ഷ്ണമായ ഗന്ധം ആ മുറിയിലാകെ പടർന്നു കിടപ്പുണ്ടായിരുന്നു. അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന രാത്രിയാണത്. അത്യാവശ്യം ക്യാഷും ബിസിനസ്സും ഒക്കെയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന അവൾക്ക് അവളുടേതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ്സും സ്വത്തുക്കളും ഒക്കെയുള്ള വലിയ തറവാട്ടുകാരനായ ഇന്ദ്രനെയാണ് ഭർത്താവായി കിട്ടിയിരിക്കുന്നത്. ആദ്യ രാത്രിയിൽ മുറിയിലേക്ക് കയറിയപ്പോൾ അവൾ കണ്ടത് ബാൽക്കണിയുടെ വാതിൽ തുറന്നിട്ട് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയാണ്. വെളുത്ത ഷർട്ടും മുണ്ടുമായിരുന്നു അവന്റെ വേഷം. പുറത്തുനിന്നുള്ള നേരിയ തണുത്ത കാറ്റ് ആ മുറിയിലെ വലിയ കർട്ടനുകളെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മു പതുക്കെ നടന്ന് കട്ടിലിനടുത്തുള്ള ടേബിളിൽ പാൽ ഗ്ലാസ് വെച്ചു. അവളുടെ കാലടിയുടെ ശബ്ദം കേട്ടിട്ടാകണം ഇന്ദ്രൻ പതുക്കെ തിരിഞ്ഞു നോക്കി. അമ്മുവിന് അവളുടെ ഉള്ളിൽ ആദ്യ രാത്രിയുടെ ചെറിയൊരു ഭയവും ഒപ്പം വലിയൊരു ആകാംക്ഷയും തോന്നി. ഇന്ദ്രൻ തനിക്കരികിലേക്ക് വരുമെന്നും നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുമെന്നുമാണ് അവൾ വിചാരിച്ചത്. എന്നാൽ ഇന്ദ്രന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ നടന്നു ചെന്ന് മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തു. ആ ലോക്ക് വീഴുന്ന ശബ്ദം അമ്മുവിൽ ചെറിയൊരു അസ്വസ്ഥതയുണ്ടാക്കി. ശേഷം അവൻ നേരെ അലമാരയുടെ അടുത്തേക്ക് നടന്നു. വലിയ തേക്ക് തടിയുടെ അലമാര തുറന്ന് അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വിദേശ മദ്യത്തിന്റെ കുപ്പിയും ഗ്ലാസും പുറത്തെടുത്തു. അമ്മുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കല്യാണാലോചനയുടെ സമയത്തോ അതിനുശേഷമോ ഒന്നും ഇന്ദ്രൻ ഇങ്ങനെ ഒരു ശീലമുണ്ടെന്ന് ആരും പറഞ്ഞിരുന്നില്ല. വലിയ ആചാരങ്ങളും തറവാട്ടു മഹിമയും ഒക്കെ ഉള്ള വീട്ടിലെ ഇന്ദ്രനെ പോലൊരാൾ തങ്ങളുടെ ആദ്യ രാത്രിയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇന്ദ്രൻ ഒരു ഭാവമാറ്റവുമില്ലാതെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. ഒറ്റ വലിക്ക് അത് കുടിച്ചു തീർത്തു. അവൻ അവളെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. മുറിയിലെ നിശബ്ദത അമ്മുവിനെ ശ്വാസം മുട്ടിച്ചു. ചോദിക്കണോ വേണ്ടയോ എന്നറിയാതെ അവൾ അല്പനേരം വിറച്ചുകൊണ്ട് നിന്നു. ഒടുവിലുള്ളിലെ സങ്കടവും ധൈര്യവും സംഭരിച്ച് അവൾ പതുക്കെ വിളിച്ചു, ഇന്ദ്രേട്ട, എന്താ ഇത്? ഏട്ടൻ മദ്യപിക്കാറുണ്ടോ? അവളുടെ ചോദ്യം കേട്ടതും ഇന്ദ്രന്റെ മുഖം പെട്ടെന്ന് മാറി. അതുവരെ ശാന്തമായിരുന്ന അവന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്തൊരു കലിപ്പ് പടർന്നു. കയ്യിലിരുന്ന കുപ്പി അവൻ നിലത്തേക്കൊരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. കരിങ്കൽ തറയിൽ തട്ടി വലിയൊരു ശബ്ദത്തോടെ ആ കുപ്പി 100 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. മദ്യവും ചില്ല് കഷ്ണങ്ങളും മുറിയിലാകെ പടർന്നു. അപ്രതീക്ഷിതമായ ശബ്ദത്തിലും ഇന്ദ്രന്റെ ദേഷ്യത്തിലും ഭയന്നുപോയ അമ്മു ഒരു വലിയ ഞെട്ടലോടെ 2 അടി പുറകോട്ട് മാറി. അവളുടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു അവൾ. ഇന്ദ്രൻ വേഗത്തിൽ അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവന്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ കൂടുതൽ ഭയന്നു. ഇന്ദ്രൻ പെട്ടെന്ന് കൈനീട്ടി അമ്മുവിന്റെ താടിക്ക് കുത്തിപ്പിടിച്ചു. അവന്റെ വിരലുകളുടെ അമർച്ചയിൽ അവൾക്ക് വേദനിച്ചു. നീ എന്താടി വിചാരിച്ചത്? ഇന്ദ്രന്റെ ശബ്ദം വളരെ താഴ്ന്നതാണെങ്കിലും അതിൽ കനത്ത ദേഷ്യവും പരിഹാസവും നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ നിന്നെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച് കല്യാണം കഴിച്ചതാണെന്നോ? നിന്നെ കെട്ടി ഭാര്യയാക്കി സുഖമായി ജീവിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നോ? അമ്മു അപ്പോൾ വേദന കൊണ്ടും പേടി കൊണ്ടും ഇന്ദ്രന്റെ കൈകളിൽ പിടിക്കാൻ നോക്കി. ഇന്ദ്രേട്ട, എന്തായി പറയുന്നത്? എനിക്ക് വേദനിക്കുന്നു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേദനിക്കും, ഇതിലും വലുത് നീ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. ഇന്ദ്രൻ അവന്റെ കൈപ്പിടി ഒന്നുകൂടി മുറുക്കി. നിന്റെ അച്ഛനുണ്ടല്ലോ, ആ മഹേന്ദ്രൻ, അയാളോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയാടി മനസ്സിൽ. പണ്ടെന്റെ അച്ഛനെ പറ്റിച്ച് ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ നിന്ന് അയാൾ ഞങ്ങളെ ഇറക്കി വിട്ടതിന്റെ പ്രതികാരം. തീർത്താൽ തീരാത്ത പക. അന്ന് എന്റെ കുടുംബം അനുഭവിച്ച വിഷമം എത്രയാണെന്ന് നിനക്കറിയാമോടി? എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ തല കുനിച്ചു നിന്നു. അന്ന് ആ നിമിഷം തൊട്ട് അയാളോടുള്ള വാശി ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. അമ്മുവിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ പറ്റി ഇന്ദ്രൻ പറയുന്നത് കേട്ട് അവൾ തരിച്ചു നിന്നു. ഇന്ദ്രൻ അവളുടെ താടിയിൽ നിന്നും കൈവിട്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകുന്നുണ്ടായിരുന്നു. ഇന്ന് നീ കാണുന്ന തറവാടും സ്വത്തും ഈ വലിയ ബിസിനസ്സും ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാടി. ആ മഹേന്ദ്രന്റെ മുന്നിൽ എനിക്ക് യോഗ്യനാകണമായിരുന്നു. അയാളുടെ മോളെ കെട്ടാൻ മാത്രം യോഗ്യതയുള്ളവനാണ് ഇന്ദ്രൻ എന്ന് അയാൾക്ക് തോന്നണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചത്. ഈ പണവും പത്രാസും ഒക്കെ ഉണ്ടെങ്കിൽ അയാളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. അവൻ വീണ്ടും അമ്മുവിന്റെ മുന്നിലേക്ക് ചെന്നു നിന്നു. അവന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീപ്പൊരികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം നിന്നെ ഈ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് നിന്റെ അച്ഛൻ എനിക്ക് തന്ന എല്ലാ വേദനകൾക്കും അപമാനത്തിനും ഒക്കെയുള്ള പ്രതികാരം നിന്നോട് തീർക്കണം.
അതുമാത്രമായിരുന്നു ഇത്രയും കാലം എൻ്റെ മനസ്സിൽ. അതിനാണ് ഞാൻ കാത്തിരുന്നതും ഈ കല്യാണം നടത്തിയതും. നീ വെറുമൊരു പെണ്ണല്ലടി എനിക്ക്, എൻ്റെ പ്രതികാരത്തിനുള്ള ആയുധമാ. ഇന്ദ്രന്റെ വാക്കുകൾ ഓരോന്നും അമ്മുവിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കുന്നത് പോലെയാണ് തോന്നിയത്. അവൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അവൾ ധരിച്ചിരുന്ന പുതിയ ചുരിദാറിൽ വീണ് പടർന്നു. താൻ ഏറെ പ്രതീക്ഷയോടെ 1000 സ്വപ്നങ്ങളുമായി വലതുകാൽ വെച്ച് കയറിയ ആ വീട് പെട്ടെന്നൊരു നരകമായി മാറിയത് അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. അവൾ തലയിണയിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിതുമ്പി. എന്തൊക്കെയായിട്ട് നീ പറയുന്നേ? അവൾ ചോദിച്ചു. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയിരുന്നു അവൾക്ക്. ഇന്ദ്രേട്ടാ, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ഏട്ടൻ എന്നെ ചതിച്ചതാണോ? ദേഷ്യത്തോടെ കസേരയിൽ പോയിരുന്ന ഇന്ദ്രൻ അപ്പോൾ ഒരൊറ്റ എഴുന്നേൽക്കലായിരുന്നു. അവന്റെ കണ്ണുകളിൽ വീണ്ടും ആ കടുത്ത പക തെളിഞ്ഞു വന്നു. അവൻ വേഗത്തിൽ കട്ടിലിനടുത്തേക്ക് നടന്നു ചെന്ന് അവളെ നോക്കി അട്ടഹസിച്ചു. പിന്നെ സത്യമല്ലാതെ നീയും നിന്റെ തന്തയും ഇത്രകാലം വെച്ച് അനുഭവിച്ചതൊക്കെ എന്റെ അച്ഛന്റെ സ്വത്താടി. നിങ്ങളുടെ ലക്ഷ്യറിയും പത്രാസുമൊക്കെ എന്റെ കുടുംബത്തിന്റെ കണ്ണീരാണ്. അയാൾക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ടാകും. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അയാൾ അറിയും. എന്റെ അച്ഛന്റെ പേര് കേട്ടാൽ അയാളുടെ ഉള്ളൊന്ന് വിറയ്ക്കും. പക്ഷേ അതൊക്കെ മറച്ചു വെച്ച് ഞാൻ നിന്റെ മുന്നിൽ യോഗ്യനായി വന്ന് പെണ്ണന്വേഷിച്ചത് അയാളോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്ദ്രൻ അത് പറയുമ്പോൾ അവന്റെ മുഖത്തെ ഭാവങ്ങൾ അമ്മുവിനെ ഭയപ്പെടുത്തി. അവൾ കൈകൾ കൊണ്ട് ചെവികൾ പൊത്തിപ്പിടിച്ചു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നതും എന്നോട് ഫോണിൽ മണിക്കൂറുകളോളം സ്നേഹത്തോടെ സംസാരിച്ചതുമൊക്കെ അപ്പോൾ അഭിനയമായിരുന്നു. എന്നെ ഒന്ന് കാണാൻ പോലും ഏട്ടൻ കാണിച്ച ധൃതി, അതൊക്കെ വെറും കള്ളമായിരുന്നു. എനിക്കിതൊന്നും താങ്ങാനാവില്ല ഇന്ദ്രേട്ടാ. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുഖം പൊത്തി കരയുകയായിരുന്നു. അവളുടെ ശരീരമാകെ വിറയ്ക്കുകയായിരുന്നു. ശേഷം വാതിലിനടുത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ദയനീയമായി പറഞ്ഞു. ഞാൻ പോവുകയാണ്. എന്നെ ഉപദ്രവിക്കരുതേട്ടാ. ഞാൻ വീട്ടിൽ പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അച്ഛനോടുള്ള പ്രതികാരത്തിന് എന്നെ ബലിയാടാക്കരുത്. ഞാൻ എന്ത് തെറ്റാ ഇന്ദ്രേട്ടാ ചെയ്തത്? ഞാൻ പോയിക്കോളാം. അവൾ കണ്ണു തുടച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ഭാവിക്കുന്നത് കണ്ടതും ഇന്ദ്രന്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിച്ചു. അവന്റെ അഹങ്കാരത്തിനും പ്രതികാര ബുദ്ധിക്കും മുന്നിൽ അവൾ തോറ്റു തരാൻ മടിക്കുന്നത് അവന്റെ ദേഷ്യം വല്ലാതെ കൂട്ടി. അവൾ വാതിലിനടുത്തേക്ക് നീങ്ങും മുൻപ് തന്നെ അവൻ ഒരൊറ്റ ചാട്ടത്തിന് അവളുടെ മുന്നിൽ വന്നു നിന്നു. നിക്കടി, എനിക്കറിയാം നീ പോകുമെന്ന്. അവൻ പല്ല് റുമിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി ഇറങ്ങിപ്പോയാൽ ഞാൻ എന്തു ചെയ്യും? അങ്ങനെ എന്നെ വിഡ്ഢിയാക്കാൻ നിനക്ക് പറ്റില്ല. അവൻ ആക്രോശിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ കയറി പിടിച്ചു. വിടിന്ദ്രേട്ടാ, എന്നെ വിട്, എനിക്ക് പേടിയാവുന്നു. അമ്മു അവനിൽ നിന്ന് കുതറി മാറാൻ പരമാവധി ശ്രമിച്ചു. അവൾ ഉറക്കെ നിലവിളിക്കാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ വായ തന്റെ കൈപ്പത്തി കൊണ്ട് അമർത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുനീരും വിയർപ്പും ഒന്നുപോലെ അവന്റെ കൈകളിലേക്ക് പടർന്നു. അവളെ ഒന്നുറക്കെ കരയാൻ പോലും അനുവദിക്കാതെ തന്റെ ദേഷ്യവും പകയും മുഴുവൻ തീർക്കുന്ന രീതിയിൽ അവൻ അവളെ കട്ടിലിലേക്ക് ബലമായി തള്ളി മാറ്റി. ആ പിടിവലിയിൽ അവളുടെ ചുരിദാറും ആഭരണങ്ങളും അലങ്കോലമായി മാറി. സ്നേഹമില്ലാത്ത കേവലം പകയും അധികാരവും മാത്രം നിറഞ്ഞ അവന്റെ പെരുമാറ്റത്തിനു മുന്നിൽ അവൾക്ക് പൂർണ്ണമായും കീഴടങ്ങേണ്ടി വന്നു. അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ ആ രാത്രിയിൽ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവന്റെ ശ്വാസമെടുപ്പ് അപ്പോഴും വേഗത്തിലായിരുന്നു. അമ്മു കട്ടിലിന്റെ ഒരു മൂലയിൽ വസ്ത്രങ്ങൾ ഒതുക്കിപ്പിടിച്ച് ജീവനറ്റ ശില പോലെ കിടന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും കണ്ണുനീർ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തന്റെ മുടി ചീകി ഒതുക്കി. തുടർന്ന് അലമാരയുടെ താഴത്തെ തട്ടിൽ നിന്നും പഴയ ഒരു പായ എടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ഭാര്യയായി കട്ടിലിൽ കിടന്ന് സുഖിക്കാമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ സ്ഥാനം ഇതാണ്. അവൻ പായ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. നാളെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തറയിലെ ചില്ലുകളൊക്കെ വൃത്തിയാക്കിക്കോണം. ആരും കാണരുത്. അവൻ കട്ടിലിൽ കയറി ബെഡ്ഷീറ്റ് പുതച്ച് തിരിഞ്ഞു കിടന്നു. നിമിഷങ്ങൾക്കകം മുറിയിൽ അവന്റെ ഉറക്കത്തിന്റെ ശ്വാസം കേൾക്കാൻ തുടങ്ങി. അമ്മു പതുക്കെ കട്ടിലിൽ നിന്നും ഇറങ്ങി ഡ്രസ്സ് ശരിയായി ധരിച്ച് ആ പഴയ പായയിൽ ചുരുണ്ടുകൂടി കിടന്നു. തറയുടെ തണുപ്പ് അവളുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറുമ്പോഴും അവളുടെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. തന്റെ അച്ഛൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാതെ ഒരു വലിയ ചതിക്കുഴിയിൽ വീണുപോയ നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ തോരാത്ത രാത്രിയായി ആ ആദ്യ രാത്രി മാറി. പിറ്റേന്ന് ജനലഴികളിലൂടെ നേരിയ വെയിൽ മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങിയിരുന്നു. പുറത്ത് പക്ഷികളുടെ ചിലക്കലുകളും തറവാട്ടുമുറ്റത്തെ പതിവ് പ്രഭാത ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. എന്നാൽ ആ മുറിക്കുള്ളിൽ കാലം നിശ്ചലമായി നിൽക്കുന്നത് പോലെയായിരുന്നു.
ഇന്ദ്രൻ നിലത്തിട്ട് കൊടുത്ത പഴയ പായുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്ന അമ്മു പതുക്കെ കണ്ണുകൾ തുറന്നു. വല്ലാത്തൊരു തരിപ്പും വേദനയുമാണ് ശരീരമാകെ തോന്നിയത്. ഉറക്കമില്ലാത്ത രാത്രിയുടെ ഭാരത്താൽ അവളുടെ കണ്ണുകൾ കനത്തിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. ചുരിദാറിലാകെ ചുളിവുകൾ വീണിരുന്നു. മുടിയിഴകൾ മുഖത്തെ കലങ്കോലമായി പടർന്നു കിടന്നു. അവൾ പതുക്കെ തലയുയർത്തി കട്ടിലിലേക്ക് നോക്കി. ഇന്ദ്രൻ അപ്പോഴും സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ രാത്രി തന്നോട് അത്രയും ക്രൂരത കാണിച്ച ഒരാൾക്ക് എങ്ങനെ ഇത്രയും ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നു എന്ന് അവൾ വേദനയോടെ നോക്കി നിന്നു. പെട്ടെന്നാണ് വാതിലിൽ പതുക്കെയുള്ള തട്ട് കേട്ടത്. ഇന്ദ്ര, അമ്മു എഴുന്നേറ്റില്ലേ? തട്ടിനൊപ്പം പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദമുയർന്നു. ഇന്ദ്രന്റെ പെങ്ങൾ ഗായത്രിയായിരുന്നു അത്. ആ ശബ്ദം കേട്ടതും അമ്മുവിന്റെ നെഞ്ചിടിപ്പ് കൂടി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നുപോയി. വാതിലിൽ തട്ടുന്നത് കേട്ട് കട്ടിലിൽ കിടന്നിരുന്ന ഇന്ദ്രനും ഞെട്ടി എഴുന്നേറ്റു. അവൻ കണ്ണുകൾ തിരുമ്മി ഉറക്കച്ചടവോടെ ചുറ്റും നോക്കി. നിലത്തിരിക്കുന്ന അമ്മുവിനെയും അവളുടെ കോലവും കണ്ടപ്പോൾ അവന്റെ മുഖത്തേക്ക് പെട്ടെന്നൊരു ഗൗരവം തിരിച്ചു വന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. ഇന്ദ്രന്റെ കണ്ണുകളിൽ കനത്ത താക്കീതായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ബെഡിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി അവൾക്കരികിലേക്ക് ചെന്നു. കുനിഞ്ഞ് അവളോട് പതുക്കെ എന്നാൽ ഗൗരവത്തോടെ പറഞ്ഞു, ഗായത്രി വിളിക്കുന്നുണ്ട്. രാത്രി ഇവിടെ നടന്നതെന്തെങ്കിലും ഒരൊറ്റ വാക്ക് നീ അവളോടോ മറ്റാരോടെങ്കിലുമോ പറഞ്ഞാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. മിണ്ടിപ്പോകരുത്. അവന്റെ ശബ്ദത്തിലെ ഭീഷണി അവളെ കൂടുതൽ തളർത്തി. അവൾ ഭയത്തോടെ തലയാട്ടി. ഇന്ദ്രൻ വേഗത്തിൽ ചെന്ന് ബെഡ്ഷീറ്റ് ഒതുക്കി വിരിച്ചു. അതിനുശേഷം അമ്മുവിനോട് കണ്ണുകൊണ്ട് വാതിൽ തുറക്കാൻ ആംഗ്യം കാണിച്ചു. അമ്മു പതുക്കെ തന്റെ വസ്ത്രങ്ങളും മുടിയും ഒതുക്കി മുഖത്തെ സങ്കടം പരമാവധി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു. ചില്ലുകൾ ചിതറിക്കിടക്കുന്ന തറയിലൂടെ നടക്കുമ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ പതുക്കെ വാതിൽ തുറന്നു. പുറത്ത് ഗായത്രി അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗായത്രി അമ്മുവിനെ നോക്കി ഒന്നുകൂടി സ്നേഹത്തോടെ ചിരിച്ചു. ഉറങ്ങിപ്പോയോ അമ്മു? സമയം കുറേയായി. ഞാൻ വിളിക്കണ്ട എന്ന് കരുതിയതാ. പക്ഷേ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട്. ഒരു എമർജൻസി സർജറി. ഞങ്ങൾ അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് തിരക്കിട്ട് പോയെന്ന് വിചാരിക്കരുത് കേട്ടോ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയെന്നും വിചാരിക്കരുത്. ഗായത്രിയുടെ വാക്കുകളിലെ ആത്മാർത്ഥത അമ്മുവിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാക്കി. നേരത്തെ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട സർജറിയാ. ഗായത്രി തുടർന്നു. അതുകൊണ്ടാണ് പോകാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ 2 ദിവസം കൂടെ നിന്നേനെ. സൺഡേ എന്തായാലും നിങ്ങൾ രണ്ടാളും ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിന് വരണം. ഡ്യൂട്ടി ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങോട്ടും വരാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കാം കേട്ടോ. ചായയും പലഹാരവും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാളും എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇനി ചായ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ തന്നെ നീ അടുക്കളയിൽ കയറി ബുദ്ധിമുട്ടണ്ടല്ലോ. ഇന്ദ്രന്റെ പെങ്ങൾ ഗായത്രി വളരെ സ്നേഹത്തോടെയാണ് അവളോട് പറഞ്ഞത്. അമ്മു അപ്പോൾ ഒന്ന് തലയാട്ടി. തന്റെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ കൂടിയായ ഗായത്രിയോട് ഉള്ളിലെ സങ്കടം മുഴുവൻ തുറന്നു പറഞ്ഞ് കരയാനാണ് അമ്മുവിന് തോന്നിയത്. പക്ഷേ മുറിക്കുള്ളിൽ നിൽക്കുന്ന ഇന്ദ്രനെ ഓർത്ത് അവൾ വാക്കുകൾ വിഴുങ്ങി. ഇന്ദ്രേട്ടൻ. ഗായത്രിയോട് എന്തെങ്കിലും പറയാനായി അമ്മു അകത്തേക്ക് നോക്കി. ഇന്ദ്ര, ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇന്ദ്രനെ വിളിക്കാനായി ഗായത്രിയും അപ്പോൾ അകത്തേക്ക് നോക്കി. ആ സമയത്താണ് ഗായത്രിയുടെ കണ്ണുകൾ മുറിക്കുള്ളിലേക്ക് പതിഞ്ഞത്. പകുതി തുറന്ന വാതിലിലൂടെ മുറിക്കുള്ളിലെ തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങളും ഒരു വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന പഴയ പായും ഗായത്രിയുടെ കണ്ണിൽപ്പെട്ടു. സാധാരണ ആദ്യരാത്രിയിൽ തറയിൽ പായിടേണ്ടതില്ലല്ലോ. മാത്രമല്ല നിലത്ത് പൊട്ടിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾ മദ്യക്കുപ്പിയുടേതാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഗായത്രിയുടെ മുഖത്തൊരു സംശയം നേലിച്ചു. അവൾ അമ്മുവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മുവിന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നുണ്ടായിരുന്നു. മുഖത്താകെ വല്ലാത്തൊരു വിളർച്ചയും പരിഭ്രമവും ഉണ്ടായിരുന്നു. ഇന്ദ്ര. ഗായത്രി അകത്തേക്ക് നോക്കി വിളിച്ചു. ഇന്ദ്രൻ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അപ്പോൾ മുന്നിലേക്ക് വന്നു. ആ, നിങ്ങൾ ഇറങ്ങുകയാണോ? കുറച്ചു ദിവസം കൂടി നിന്നിട്ട് പോയാ പോരായിരുന്നോ? അവൻ ചോദിച്ചു. ഗായത്രിയുടെ ഭർത്താവ് അരവിന്ദ് അപ്പോൾ കുഞ്ഞുമായി അങ്ങോട്ടെത്തി. അരവിന്ദ് അപ്പോൾ അളിയനെ നോക്കി ഒന്ന് ചിരിച്ചു. പോയിട്ട് വരാം ഇന്ദ്ര. ഇവൾക്ക് എമർജൻസി സർജറി ഉള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇന്നുകൂടി നിൽക്കാമായിരുന്നു. ആ സമയത്തൊക്കെയും ഗായത്രിയുടെ നോട്ടം അമ്മുവിന്റെ മേലായിരുന്നു. ഗായത്രിയുടെ സംശയം മാറ്റാനായി അമ്മു അപ്പോൾ പതുക്കെ പറഞ്ഞു. ക്ഷമിക്കണം ചേച്ചി, ഞാൻ എഴുന്നേൽക്കാൻ ഇത്തിരി ലേറ്റായി പോയി. ഇന്നലെ രാത്രി മുതൽ വല്ലാത്തൊരു തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാ. അത് സാരമില്ല അമ്മു. നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. വിളിച്ചാ മതി. തിരക്കാണെങ്കിലും ഞാൻ ഓടി വന്നോളാം. വീട് മാറി വന്നതിന്റെ ബുദ്ധിമുട്ട് എന്തായാലും നിനക്ക് കുറച്ച് ദിവസം ഉണ്ടാകും. എനിക്ക് അരവിന്ദേട്ടന്റെ വീട്ടിൽ പോയപ്പോഴും അങ്ങനെയായിരുന്നു. അതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നീ കുറച്ചു നേരം കൂടി വിശ്രമിച്ചോ. ഞങ്ങൾ ഇറങ്ങുകയാണ്.
അത് പറഞ്ഞ് അവൾ ഇന്ദ്രനെ തറപ്പിച്ചൊന്നു നോക്കി. ഇന്ദ്രൻ അപ്പോൾ അവൾക്ക് മുഖം കൊടുക്കാതെ അളിയനോട് സംസാരിക്കുകയായിരുന്നു. സംശയം കാരണം ഗായത്രിയുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നില്ലെങ്കിലും അവിടെ വെച്ച് അവൾ അത് പുറത്ത് കാണിച്ചില്ല. ഗായത്രിയുടെ ഭർത്താവ് അരവിന്ദിന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞുമോളപ്പോൾ കൈകൾ നീട്ടി അമ്മുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ ആംഗ്യം കാണിച്ചു. കുഞ്ഞിനെ കണ്ടതും അമ്മുവിന്റെ മനസ്സിലെ സങ്കടത്തിന് ഒരു താൽക്കാലിക ശമനം ലഭിച്ചു. അവൾ പതുക്കെ മുന്നോട്ട് ചെന്ന് ആ കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങി. പോവാണോ മോളൂട്ടി? അമ്മു കുഞ്ഞിന്റെ കവിളിൽ പതുക്കെ തൊട്ടുകൊണ്ട് ചോദിച്ചു. കുഞ്ഞപ്പോൾ അമ്മുവിന്റെ മുഖത്ത് നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. ആ ചിരി അമ്മുവിന്റെ തകർന്ന മനസ്സിലേക്ക് ചെറിയൊരാശ്വാസം നൽകി. അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അത് കണ്ടുകൊണ്ട് ഗായത്രി അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, മോളെ നോക്കിക്കേ ഏട്ടാ, അമ്മുവിനോട് നല്ല കൂട്ടായല്ലോ. ശേഷം അവർ പോകാനായി കോണിപ്പടിക്കരികിലേക്ക് നടന്നു. അവർ താഴത്തെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനടുത്തേക്ക് ഗായത്രിയും അരവിന്ദും നടന്നു. അമ്മു കുഞ്ഞിനെ ഗായത്രിയുടെ കൈകളിലേക്ക് തിരികെ നൽകി. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണേ, നീ ഒന്നിനും വിഷമിക്കണ്ട, വല്ല ആവശ്യവുമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഗായത്രി കാറിലേക്ക് കയറുന്നതിനിടയിൽ ഡോറിലൂടെ തല പുറത്തേക്കിട്ട് അമ്മുവിനോട് വീണ്ടും പറഞ്ഞു. അമ്മു പതുക്കെ തലയാട്ടി. കാർ പതുക്കെ സ്റ്റാർട്ടായി തറവാടിന്റെ വലിയ പടിപ്പുര കടന്ന് പുറത്തേക്ക് പോയി. പടിപ്പുര കടന്നു പോകുന്ന കാറിന്റെ ശബ്ദം പൂർണ്ണമായും അകലുന്നത് വരെ അവൾ ഉമ്മറപ്പടിയിൽ തന്നെ തളർന്നിരുന്നു. ഒന്നുറക്കെ കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. മുറ്റത്തു നിന്ന് ഇന്ദ്രൻ അപ്പോൾ പതുക്കെ തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറാൻ ഭാവിക്കുകയായിരുന്നു. അമ്മു ആകെ ഭയന്ന് വിറച്ച് ശ്വാസമടക്കി പിടിച്ച് അവനെ തന്നെ നോക്കി. അവൾക്കരികിലേക്ക് വന്ന് അവൻ എന്തെങ്കിലും ദേഷ്യപ്പെടുമെന്നോ ഉപദ്രവിക്കുമെന്നോ അവൾ കരുതി. എന്നാൽ ഇന്ദ്രൻ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടെന്ന ഭാവം പോലും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. ഒരപരിചിതയെ പോലെ അവളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ അവൻ ഉമ്മറത്തു നിന്നും വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവന്റെ ആ തണുത്ത അവഗണന അമ്മുവിന്റെ നെഞ്ചിൽ വലിയൊരാണി അടിച്ചു കയറ്റുന്നത് പോലെയാണ് തോന്നിയത്. ഇന്ദ്രൻ തനിക്കരികിലൂടെ കടന്നുപോയ ആ നിമിഷം ഇന്നലെ രാത്രി അവൻ കാട്ടിക്കൂട്ടിയ ക്രൂരതകളെല്ലാം ഒരു മിന്നൽ പോലെ അമ്മുവിന്റെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറി. ആദ്യ രാത്രിയിൽ സ്നേഹത്തോടെ അടുത്തു വരുമെന്ന് കരുതിയ ഭർത്താവ് മദ്യക്കുപ്പി നിലത്തടിച്ചുടച്ചത്, ദേഷ്യത്തോടെ തന്റെ താടിക്ക് കുത്തിപ്പിടിച്ചത്, അച്ഛനോടുള്ള പ്രതികാരത്തിന്റെ കഥകൾ പല്ലിറുമ്മിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്, ശേഷം വായ പൊത്തിപ്പിടിച്ച് തന്റെ കരച്ചിലുകൾ ആ മുറിക്കുള്ളിൽ ഒതുക്കി മൃഗത്തെ പോലെ തനിക്ക് മേൽ പടർന്നു കയറിയ ആ കറുത്ത ഓർമ്മകൾ, ശേഷം താനെന്ന പെണ്ണിനെ, അതെല്ലാം അമ്മുവിന്റെ ശരീരത്തെ വീണ്ടും വിറപ്പിച്ചു. ഓർമ്മകളുടെ ഭാരത്താൽ അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ പൊടിയാൻ തുടങ്ങി. കവിളുകളിലൂടെ ആ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. അതേസമയം ഇന്ദ്രൻ കോണിപ്പടികൾ കയറി മുകളിലെ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ ഫോൺ ശബ്ദിച്ചിരുന്നു. അവൻ മുറിയിലേക്ക് കയറി വാതിലടച്ച ശേഷം ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ ഗായത്രി എന്ന് തെളിഞ്ഞു കണ്ടതും ഇന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ കട്ടിലിനടുത്തേക്ക് നടന്ന് ഫോൺ കാതിലേക്ക് വെച്ച് തികച്ചും സാധാരണ മട്ടിൽ സംസാരിച്ചു. ആ പറ ഗായത്രി, നിങ്ങൾ എവിടെ എത്തി? എന്താ വിളിച്ചത്? എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയോ? എന്നാൽ ഫോണിന്റെ മറുതലയ്ക്കൽ ഗായത്രിയുടെ ശബ്ദത്തിൽ ഒരു ഡോക്ടറുടെ ഗൗരവവും ഒരു ജ്യേഷ്ഠത്തിയുടെ കരുതലും ഉണ്ടായിരുന്നു. കാർ ഓടിക്കുന്ന ഭർത്താവിന്റെ അരികിലിരുന്ന് കുഞ്ഞിനെ മടിയിൽ കിടത്തിക്കൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. ഇന്ദ്ര, ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറുന്നതേയുള്ളൂ. പക്ഷെ എനിക്ക് വണ്ടിയിലിരുന്നിട്ട് ഒരു സമാധാനവുമില്ല. അതുകൊണ്ടാ ഇപ്പൊ തന്നെ വിളിച്ചത്. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം. ഗായത്രി പറഞ്ഞു. നീ എന്തായി വലിപ്പിച്ച് പറയുന്നത്? കാര്യം പറ, ഇന്ദ്രൻ ഭാവഭേദമില്ലാതെ ചോദിച്ചു. ഗായത്രി അപ്പോൾ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. എന്താടാ, മുറിയുടെ തറയിലാകെ ചില്ലുകഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അതൊരു മദ്യക്കുപ്പിയുടേതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇന്ദ്ര. അതിന്റെ കൂടെ തന്നെ തറയിൽ ഒരു പഴയ പായും കിടപ്പുണ്ടായിരുന്നല്ലോ. എന്താടാ ഇന്നലെ മുറിയിൽ സംഭവിച്ചത്? അവൾ എവിടെയാടാ കിടന്നത്? ആ പായിലാണോ? എന്താ പ്രശ്നം ഉണ്ടായത്? അവളുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. ഗായത്രിയുടെ ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോൾ ഇന്ദ്രൻ ഒരു നിമിഷം പതറിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ തന്റെ ഭാവം വീണ്ടെടുത്തു. ഉള്ളിലെ കലിപ്പൊളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ വളരെ ലളിതമായി ചിരിക്കാൻ ശ്രമിച്ചു. ഏയ്, നീ എന്തൊക്കെയായി ആലോചിച്ചു കൂട്ടുന്നത്? ഇവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. പുതിയൊരു ബിസിനസ് ഡീലിന്റെയും പിന്നെ കല്യാണത്തിന്റെയും ഒക്കെ തിരക്കായപ്പോൾ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി അറിയാതെ കുറച്ച് മദ്യപിച്ചു പോയതാ. ആ ടെൻഷനിൽ കൈതട്ടി കുപ്പി നിലത്ത് വീണ് പൊട്ടിപ്പോയി. അല്ലാതെ വേറെയൊന്നുമില്ല. അപ്പൊ ആ പായോ? ഗായത്രി വിടാൻ ഭാവമില്ലായിരുന്നു. ആദ്യ രാത്രിയിൽ ഒരു പെൺകുട്ടി തറയിൽ പാവിരിച്ചു കിടക്കേണ്ട കാര്യമെന്താ? അമ്മുവിന്റെ മുഖം ഞാൻ കണ്ടതാ. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. വല്ലാത്തൊരു ഭയവും ഉണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ. നീ അവളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പെരുമാറിയോ? നിന്റെ സ്വഭാവം എനിക്ക് അറിയാത്തതല്ലോ. ഗായത്രി വീണ്ടും ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ഗായത്രി?
ഇന്ദ്രന്റെ ശബ്ദത്തിൽ നേരിയ അക്ഷമ പ്രകടമായി. അവൾ കാര്യങ്ങൾ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുമോ എന്നവൻ ഭയന്നു. അവൾക്ക് ഇന്നലെ രാത്രി ഭയങ്കര തലവേദനയായിരുന്നു. റൂമിലെ എസിയുടെ തണുപ്പൊട്ടും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എസിയുടെ നേരെയാണല്ലോ കട്ടിൽ കിടക്കുന്നത്. കട്ടിലിൽ കിടന്നിട്ട് തണുപ്പ് മാറുന്നില്ലെന്ന് പറഞ്ഞപ്പോ അവള് തന്നെയാണ് തറയിൽ പാവിരിച്ചു കിടന്നത്. അവളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്, അല്ലാതെ ഞാൻ അവളെ നിർബന്ധിച്ച് കിടത്തിയതൊന്നുമല്ല. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറണ്ട. ഇന്ദ്രൻ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഗായത്രിയുടെ ഉള്ളിലെ ആശങ്ക ഒട്ടും കുറഞ്ഞില്ല. അവൾ ദീർഘമായൊന്ന് ശ്വാസമെടുത്തു. അവളുടെ ശബ്ദത്തിൽ പണ്ടെപ്പോഴോ അനുഭവിച്ച വലിയൊരു സങ്കടത്തിന്റെ ഓർമ്മകൾ ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. ഇന്ദ്ര, നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ തക്ക മണ്ടിയല്ല നിന്റെ പെങ്ങൾ. ഗായത്രിയുടെ ശബ്ദം കൂടുതൽ കനത്തു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടാകരുത് ഇന്ദ്ര. പണ്ട് നീ കോളേജ് പഠിക്കുന്ന കാലത്തും അതിനുശേഷവുമൊക്കെ കുറെ കുടിച്ചു നടന്ന് നമ്മുടെ അമ്മ അനുഭവിച്ച ടെൻഷൻ ഒരു കണക്കുമില്ല. അന്ന് അമ്മ നിന്റെ മുന്നിൽ കണ്ണീരൊഴിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ലെന്ന് നിനക്കറിയാലോ. നിന്റെ കുടി കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ നാണക്കേടുകളും അമ്മയുടെ നെഞ്ചിലെ തീയുമൊക്കെ നീ മറന്നു കാണും. ഞാൻ മറക്കില്ല. നിനക്ക് കുറച്ച് പക കൂടുതലാണ്. ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യം നീ അങ്ങ് കൊണ്ടു നടക്കും. പണ്ട് അച്ഛനെ ആരോ പറ്റിച്ചെന്ന് പറഞ്ഞ അയാളെ കൊല്ലാൻ നടന്നവനാ നീ. നമ്മുടെ തറവാട് കൈക്കലാക്കിയവനെ കണ്ടാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞവനാ നീ. ആ പക വെച്ച് നീ എത്ര കുടിച്ച് നടന്നിട്ടുണ്ട്. അച്ഛനെ പറ്റിച്ചെടുത്തത് ആരാണെന്ന് നീയും അച്ഛനും ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പേരും പറഞ്ഞ് നീ കുറെ കുടിച്ചു. നിന്നെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയ അമ്മ പോയത്. നിനക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ കണ്ണീര് കുടിപ്പിക്കരുതെന്നാണ്. എല്ലാം നിർത്തി ഇനി മേലാൽ ആ വഴിക്ക് പോകില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നതല്ലേ നീ. എന്നിട്ട് ഇന്നലെ സ്വന്തം കല്യാണ ദിവസം തന്നെ നീ വീണ്ടും അത് തുടങ്ങിയോ? ഗായത്രി ഫോണിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ മറുപടി പറയാതെ ഫോൺ കയ്യിലിട്ട് തിരിച്ചു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഗായത്രി അപ്പോഴും നിർത്തിയില്ല. അവളുടെ വാക്കുകളിൽ അമ്മുവിനോടുള്ള സഹതാപം നിറഞ്ഞു നിന്നു. ആ പെണ്ണിനെ നീ കരയിപ്പിക്കരുത് ഇന്ദ്ര. അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ നിന്നും വീട്ടുകാരുടെ സ്നേഹവലയത്തിൽ നിന്നും നിന്നെ വിശ്വസിച്ച് ഈ പടി കടന്നു വന്ന കുട്ടിയെ അവള്. പുതിയൊരു ജീവിതം തുടങ്ങി വെക്കുന്ന രാത്രിയിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്നും മദ്യത്തിന്റെ മണമാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ വിഷമം പറയേണ്ടതുണ്ടോ? അമ്മു ഒരു പാവമാടാ. നീ കാരണം ആ പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴരുത്. പണ്ടത്തെ ആ പഴയ സ്വഭാവം നീ വീണ്ടും പുറത്തെടുത്താൽ മരിച്ചുപോയ അമ്മ അത് താങ്ങില്ല. അമ്മ മാത്രമല്ല അച്ഛനും. ഗായത്രി പലതും ഓർമ്മിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഇന്ദ്രന് വല്ലാത്തൊരമർഷം തോന്നി. അവൻ പെട്ടെന്ന് തന്നെ സംസാരം അവസാനിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്റെ പൊന്നു ഗായത്രി, നീ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയല്ലേ? വണ്ടിയിലിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്റെ മൂഡ് കളയണ്ട. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പണ്ടത്തെ പോലെ കുടിച്ചു നടക്കാനൊന്നും എനിക്ക് സമയമില്ല, ഇഷ്ടവുമില്ല. ഇന്നലെ എന്തോ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാ. അമ്മുവിന്റെ കാര്യമോർത്ത് നീ പേടിക്കുകയേ വേണ്ട. അവൾ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കും. ഞാൻ നോക്കിക്കോളാം. നീ സമാധാനമായിട്ട് പോയി നിന്റെ സർജറി ചെയ്യേ, അവൻ പറഞ്ഞു. അത് പോരാ, എനിക്ക് നീ വാക്ക് തരണം ഇന്ദ്ര. പണ്ടുള്ള പോലെ കുടിച്ചു കൂത്താടി നടന്ന് വന്നു കയറിയ പെണ്ണിനെ കരയിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ നടക്കില്ല. കാരണം ഞാനും കൂടെ മുൻകൈയെടുത്ത ഈ കല്യാണം നടന്നത്. ഗായത്രി വീണ്ടും നിർബന്ധിച്ചു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇന്നലെ എന്തോ ടെൻഷനിൽ കുപ്പിയെടുത്തു പോയതാ. തെറ്റാണെന്ന് എനിക്കറിയാം. ഇനി ഉണ്ടാകില്ല. നീ വെച്ചിട്ട് പോയേ. എനിക്ക് ഓഫീസിലെ ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ദ്രൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. ഇന്ദ്രനുമായുള്ള ഫോൺ കട്ടാകുമ്പോൾ ഗായത്രിയുടെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നിരുന്നു. അത്യാവശ്യം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധി അവൾക്കുള്ളതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ വാക്കുകളിലെ കള്ളത്തരം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുകയായിരുന്ന അരവിന്ദ് അപ്പോൾ ഇടക്കണ്ണിലൂടെ ഗായത്രിയുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗായത്രി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അളിയനും അമ്മുവും തമ്മിൽ എന്തെങ്കിലും? ഇന്ദ്രന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗായത്രി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അരവിന്ദ് അവളോട് ചോദിച്ചു. ഗായത്രി അല്പം ഉത്കണ്ഠയോടെ ഡോറിലൂടെ പുറത്തേക്ക് നോക്കി. മനസ്സിലെ ആശങ്കകൾ മറച്ചു വെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അറിയില്ലേട്ടാ, അവൻ രാത്രി മദ്യപിച്ചോ എന്നൊരു സംശയം. ഗായത്രി തന്റെ ഉള്ളിലെ സംശയം ഭർത്താവിനോട് പങ്കുവെച്ചു. സാരമില്ല, ശരിയായിക്കോളും. പുതിയ ആളൊക്കെ ജീവിതത്തിൽ വന്നില്ലേ, ഇനി അളിയന് മാറ്റമുണ്ടാകും. കുറച്ച് മദ്യപാനവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അളിയൻ ആള് പാവമാ, ശരിയായിക്കോളും. നീ വിഷമിക്കാതിരിക്കേ. വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രന്റെ കാര്യം ആലോചിച്ച് ഗായത്രി എപ്പോഴും ടെൻഷനാണെന്ന് അരവിന്ദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അരവിന്ദ് അവളെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം തികച്ചും പോസിറ്റീവായ രീതിയിൽ മറുപടി നൽകി.
ജീവിതത്തിലുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ ഇന്ദ്രനെ തിരുത്തുമെന്ന പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ഗായത്രി ഒന്നും പറയാതെ കാറിന്റെ മുന്നിലേക്ക് നോക്കിയിരുന്നു. അതേസമയം അമ്മു കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഉള്ളിലെ സങ്കടങ്ങൾ ആരും കാണാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശേഷം അമ്മു പതിയെ അടുക്കളയിലേക്ക് ചെന്നു. ഗായത്രി പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് ചായക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ വെച്ചുണ്ടാക്കാനുള്ള അരിയും പച്ചക്കറിയും സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അടുക്കളയിൽ ചായപാത്രവും പലഹാരങ്ങളും ഇരിക്കുന്നത് കണ്ട് അവൾ അതൊക്കെ എടുത്ത് ഹാളിലെ വലിയ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. കുളിച്ചു വേഷം മാറി തികച്ചും ഗൗരവത്തോടെയാണ് അവൻ പടികൾ ഇറങ്ങി വന്നത്. ഹാളിൽ നിൽക്കുന്ന ഭാര്യയെ ഒന്ന് നോക്കാൻ പോലും അവൻ തയ്യാറായില്ല. അവൻ ഒന്നും പറയാതെ ഉമ്മറത്തേക്ക് പോയി. ഇന്ദ്രൻ ഉമ്മറത്തേക്ക് നടന്നു ചെന്നപ്പോൾ അവന്റെ കൂട്ടുകാരൻ സനീഷ് അങ്ങോട്ടെത്തിയിരുന്നു. ഇന്ദ്രന്റെ ബിസിനസ് കാര്യങ്ങളും വ്യക്തിപരമായ രഹസ്യങ്ങളും എല്ലാം അറിയാവുന്ന അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സനീഷ്. ബൈക്ക് നിർത്തി ഉമ്മറത്തേക്ക് കയറി വന്ന സനീഷിനെ കണ്ടതും ഇന്ദ്രന്റെ മുഖത്തൊരു ഭാവമാറ്റമുണ്ടായി. ആ സനീഷേ, നീ എത്തിയോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നീ വാ, ഗോഡൌണിൽ കുറച്ച് പണിയുണ്ട്. പുറത്തുനിന്ന് ഇന്ദ്രൻ സനീഷിനോട് പറയുന്നത് ഹാളിൽ നിന്ന് അമ്മു വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രന്റെ ശബ്ദത്തിൽ കല്യാണം കഴിഞ്ഞൊരു പുരുഷന്റെ സന്തോഷമോ ആർദ്രതയോ ഇല്ലായിരുന്നു. പകരം കനത്ത ആക്രോശവും തിരക്കും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് സനീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ ഇന്ദ്രനെ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗോഡൌണിലേക്ക് പോകാനാണോ നീ വരാൻ പറഞ്ഞത്? ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ എന്തോ അത്യാവശ്യമുണ്ടായിട്ട് വിളിച്ചതാണെന്ന്. നീ ഇനി കുറച്ചു ദിവസം ഓഫീസിലേക്കൊന്നും ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതിയത്, സനീഷ് പറഞ്ഞു. സനീഷിന്റെ ചോദ്യം കേട്ടതും ഇന്ദ്രന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ പരിഹാസ ചിരി വിരിഞ്ഞു. അവൻ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്ത് കല്യാണം? കല്യാണം കഴിഞ്ഞ് ഇവിടെ അടയിരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ ഒരു പ്രതികാരത്തിന്റെ കഥയല്ലേ മോനെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്ദ്രൻ പറയുമ്പോൾ സനീഷ് അവനെ നോക്കുകയായിരുന്നു. സനീഷിന്റെ മനസ്സിൽ അപ്പോൾ ഇന്നലെ രാത്രി ആ മുറിയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. അവൻ അപ്പോൾ ശബ്ദം അല്പം താഴ്ത്തി ഇന്ദ്രനോട് ചോദിച്ചു, അല്ലടാ, ഇന്നലെ ആദ്യരാത്രിയായിട്ടൊന്നും നടന്നില്ലേ? ഇന്ദ്രൻ അപ്പോൾ സനീഷിന്റെ തോളിൽ ഒന്ന് തട്ടി തന്റെ ഉള്ളിലെ ക്രൂരമായ പ്ലാനുകൾ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തി. എന്ത് നടക്കാൻ? അവളെ ഉള്ളം കൈയിലിട്ട് താലോലിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ. നിന്നോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അവളുടെ അച്ഛനോടുള്ള വാശി അത് ഞാൻ തീർക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതും അവളെ ഇവിടെ എത്തിച്ചതും. പിന്നെ ഇന്ന് പെങ്ങൾക്കെന്തോ ഒരു സംശയം. അവള് പോണ വഴിക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവളൊന്നും അറിയരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. നീ വാ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ജീപ്പിനടുത്തേക്ക് നടന്നു. അതേസമയം ഹാളിൽ ഇതൊക്കെ കേട്ട് അമ്മുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒലിച്ചിറങ്ങുകയായിരുന്നു. ഇന്ദ്രന്റെ വാക്കുകൾ അവളുടെ കാതുകളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ തന്റെ ജീവിതം ഒന്നാകെ തകർന്നടിയുന്നത് പോലെ അവൾക്ക് തോന്നി. രാത്രിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്തോ ഒരു പ്രതീക്ഷ അവളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണെന്നും വെറും ഒരു പ്രതികാരത്തിന്റെ ആയുധം മാത്രമാണ് താനെന്നുമുള്ള യാഥാർത്ഥ്യം അവളെ ആകെ തകർത്തി കളഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. മനസ്സാകെ ശൂന്യമായിരുന്നു. അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു അവൾക്ക്. സ്വന്തം വീട്ടിലേക്ക്, തന്നെ സ്നേഹിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ അവളുടെ മനസ്സ് തുടിച്ചു. പക്ഷേ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്, ഇന്നലത്തെ ഇന്ദ്രന്റെ ചെയ്തികൾ ഓർമ്മ വന്നപ്പോൾ അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. ഇനി മറ്റൊരു ജീവിതം തനിക്ക് ഉണ്ടാകുമോ? ഇനി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തനിക്ക് ആകുമോ? ഇല്ല, താനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. കല്യാണം കഴിഞ്ഞ ഒരു ദിവസം അയാളോടൊപ്പം ജീവിച്ച പെണ്ണാണ്. ഇനി മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ തനിക്കാകില്ല. അത്രയ്ക്ക് ഹൃദയശുദ്ധിയുള്ള ഒരു പാവമായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത അവളെ വല്ലാതെ തളർത്തി. മാനസികമായ വലിയ തളർച്ചയും സങ്കടവും കാരണം അവൾക്ക് വല്ലാതെ തലവേദനിക്കുന്നത് പോലെ തോന്നി. നെറ്റിയിൽ കൈകൾ അമർത്തിപ്പിടിച്ച് അവൾ മേശപ്പുറത്തേക്ക് ചാരി നിന്നു. പുറത്ത് ജീപ്പ് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു. ഇന്ദ്രനും സനീഷും അപ്പോൾ അവിടെ നിന്നും ജീപ്പ് എടുത്തു പോവുകയും ചെയ്തു. ആ ശബ്ദം പടിപ്പുര കടന്ന് അകന്നു പോയപ്പോൾ വീടാകെ വീണ്ടും ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. അമ്മു കണ്ണു നിറഞ്ഞുകൊണ്ട് മേശപ്പുറത്ത് വെച്ചിരുന്ന ഭക്ഷണം ഒന്നും കഴിക്കാതെ പതുക്കെ മുകളിലെ മുറിയിലേക്ക് ചെന്നു. താൻ ഇന്നലെ രാത്രി നരകയാതന അനുഭവിച്ച ആ വലിയ മുറിയുടെ വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നി. വല്ലാത്തൊരറപ്പും ഭയവും സങ്കടവും അവളെ മൂടി. കട്ടിലിന്റെ കോണിൽ കിടക്കുന്ന നിലത്തെ ആ പഴയ പായ അവളെ രാത്രിയിലെ ഓർമ്മകളിലേക്ക് തള്ളിവിട്ടു. അവൾ പതുക്കെ മുറിക്കുള്ളിലേക്ക് നടന്നു.
തറയിൽ ചിതറിക്കിടക്കുന്ന വിദേശ മദ്യക്കുപ്പിയുടെ ചില്ല് കഷ്ണങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ നിലത്തിരുന്ന് ആ കുപ്പിക്കഷ്ണം എങ്ങനെയൊക്കെയോ പെറുക്കിയെടുത്ത് മാറ്റിവെച്ചു. തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം അലമാര തുറന്ന് ഡ്രസ്സെടുത്ത് അവൾ ബാത്റൂമിലേക്ക് ചെന്നു. കുളിമുറിയിലെ തണുത്ത വെള്ളം തലയിലൂടെ ഒഴുകിയപ്പോഴും അവളുടെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടിയോടെ വസ്ത്രം മാറി അവൾ മുറിയിലേക്ക് തിരികെ വരുമ്പോഴാണ് ടേബിളിൽ ഇരുന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിയ അമ്മുവിന്റെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. സ്ക്രീനിൽ അമ്മ എന്ന് തെളിഞ്ഞു കാണാമായിരുന്നു. വീട്ടിൽ നിന്നും അമ്മയാണ് വിളിക്കുന്നത്. അവൾ പതുക്കെ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു. ഉള്ളിലെ സങ്കടം പുറത്തു വരാതിരിക്കാൻ ശബ്ദമൊതുക്കി അവൾ ഫോൺ കാതിലേക്ക് വെച്ചു. ഹലോ അമ്മേ. മറുതലയ്ക്കിൽ നിന്നും അമ്മയുടെ സ്നേഹം നിറഞ്ഞ ശബ്ദം അപ്പോൾ കേട്ടു. മോളുടെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള 1000 പ്രതീക്ഷകളായിരുന്നു ആ ശബ്ദത്തിൽ. ഹലോ മോളെ, തിരക്കിലായിരുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. അമ്മയുടെ ആ ചോദ്യം കേട്ടതും അമ്മുവിന്റെ തൊണ്ടയിടറി. കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അമ്മയോട് നടന്ന കാര്യങ്ങളൊന്നും പറയാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി പ്രതീക്ഷയോടെയാണ് അമ്മ തന്നെ വിവാഹം കഴിച്ചയച്ചത്. തന്റെ ജീവിതം തകർന്നതറിഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അല്ലെങ്കിലേ അമ്മയ്ക്ക് ബിപിയും ടെൻഷനും തലവേദനയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവൾ തന്റെ നെഞ്ചിലെ കനൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, സുഖാണമ്മേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്കത് കേട്ടാ മതി മോളെ. സന്തോഷമായി ഇരിക്കണം കേട്ടോ. രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയില്ലേ? ഇന്ദ്രൻ എവിടെ? അമ്മ വീണ്ടും ചോദിച്ചു. അമ്മു അപ്പോൾ സങ്കടത്തോടെ മുറിക്കുള്ളിലെ ശൂന്യതയിലേക്ക് നോക്കി ചുണ്ടുകൾ കടിച്ചമർത്തി മറുപടി നൽകി. അത് ക്ഷേത്രത്തിലൊന്നും പോയില്ലമ്മേ. ഇന്ദ്രേട്ടൻ എന്തോ തിരക്കുണ്ടായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. ഇപ്പൊ വരും, അവൾ പതുക്കെ പറഞ്ഞു. അമ്മയ്ക്കത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ഷേത്രത്തിലൊന്നു പോകണമെന്നാ പണ്ടുള്ളവര് പറയുന്ന ചടങ്ങാ. സാരമില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. ജീവിതം നന്നായിരുന്നാ മതി മോളെ. അമ്മയ്ക്ക് അത്രയേ ഉള്ളൂ. ഇന്ദ്രൻ വന്നിട്ട് വൈകിട്ടോ നാളെയോ എങ്ങാനും പോയി തൊയ്തോളൂ കേട്ടോ. അമ്മ അവളെ ആശ്വസിപ്പിച്ചു. പിന്നെ ഇന്ദ്രൻ വന്നാ മോള് പറയണം കേട്ടോ. വിരുന്നിന് വിളിക്കാൻ അമ്മ നാളെ വരാം, അമ്മ അവളോട് പറഞ്ഞു. അമ്മ നാളെ അവിടേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മുവിന്റെ ഉള്ളിലൊരു ഭയം തോന്നി. അമ്മ ഇവിടെ വന്നാൽ ഇന്ദ്രേട്ടന്റെ പെരുമാറ്റവും തന്റെ അവസ്ഥയും തിരിച്ചറിയുമോ എന്നവൾ ഭയന്നു. എങ്കിലും പുറമേക്ക് അവൾ ശാന്തത നടിച്ചു. ശരി അമ്മേ, ഞാൻ പറയാം, അവൾ അവളുടെ സങ്കടം പുറത്തു കാണിക്കാതെ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അമ്മു അപ്പോൾ പതിയെ ചോദിച്ചു. ഇല്ല മോളെ, മോള് സന്തോഷമായി ഇരുന്നാ മതി, അത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്, അമ്മ പറഞ്ഞു. ശേഷം കുറച്ചു നേരം അവളുമായി സംസാരിച്ചു കഴിഞ്ഞ് അമ്മ ഫോൺ വെച്ചു. അതുവരെ പിടിച്ചു വെച്ച അമ്മുവിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഫോൺ ടേബിളിലേക്ക് വെച്ചതും അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് പൊട്ടി അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് വീണു. ഒരു ദിവസം കൊണ്ട് തന്റെ ജീവിതം ഇത്രമേൽ തകിടം മറിയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഉച്ചക്കത്തേക്ക് ചോറും കറിയും ഉണ്ടാക്കണമെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ വിതുമ്പി വിതുമ്പി ഒടുവിൽ ആ കണ്ണീരിന്റെ ഭാരത്താലും തലവേദനയുടെ അസഹനീയതയാലും അവൾ കട്ടിലിൽ കിടന്നങ്ങനെ തളർന്നുറങ്ങിപ്പോയി. സമയം ഉച്ചയായപ്പോൾ പെട്ടെന്നെന്തോ ഒരു ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. വാതിലിന്റെ കുറ്റി വീഴുന്ന കനത്ത ശബ്ദമായിരുന്നു അത്. ഭയത്തോടെ കണ്ണ് തിരുമ്മിക്കൊണ്ട് അവൾ നോക്കുമ്പോൾ തന്റെ മുറിയിൽ കയറി വന്ന് വാതിൽ ലോക്ക് ചെയ്യുന്ന ഇന്ദ്രന്റെ കൂട്ടുകാരൻ സനീഷിനെയാണ് അവൾ കാണുന്നത്. അവന്റെ മുഖത്തെ ഭാവം കണ്ടതും ഒരു നിമിഷം അവൾ പേടിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് പെട്ടെന്ന് എണീറ്റു. നെഞ്ചിടിപ്പ് ഭ്രാന്തമായ വേഗതയിൽ അടിക്കാൻ തുടങ്ങി. അവൾ ഭയത്തോടെ ചുറ്റും നോക്കി. എന്താ ഇവിടെ? അവൾ പേടിച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. സനീഷ് അപ്പോൾ സാവധാനം അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു നോട്ടമുണ്ടായിരുന്നു. അമ്മു, നീ പേടിക്കാതിരിക്കേ. നിന്റെ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതിയാ ഞാൻ വന്നത്. അവൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല അമ്മു. അവൻ അവന്റെ പ്രതികാരം തീർക്കാനാണ് നിന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് സനീഷ് അവളുടെ അടുത്തേക്ക് പതിയെ ചെന്നു. അത് കണ്ടതും അവൾ ആകെ പേടിച്ച് പിന്നോട്ട് മാറി. അവന്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ അമ്മുവിന്റെ ശരീരം ഭയം കൊണ്ട് വിറച്ചു. അവൾ കട്ടിലിന്റെ മറുഭാഗത്തേക്ക് നീങ്ങി ഭിത്തിയോട് ചേർന്ന് നിന്നു. ഇന്ദ്രേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് നീട്ടി വിളിച്ചു. അവനെ വിളിച്ചിട്ട് കാര്യമില്ല എന്നറിയാമെങ്കിലും പേടിച്ചു പോയ നിമിഷത്തിൽ അവൾ അങ്ങനെയാണ് വിളിച്ചു പോയത്.
നിങ്ങൾ ആരാ? പുറത്തു പോകൂ, എനിക്ക് പേടിയാകുന്നു എന്നവൾ സനീഷിനോട് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സനീഷ് അതൊന്നും കാര്യമാക്കാതെ അവളുടെ അടുത്തേക്ക് തന്നെ ചെന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ അമ്മു? ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു ഇന്ദ്രന്റെ കൂടെ. അവന്റെ കുഞ്ഞുനാള് മുതലേ ഉള്ള ഫ്രണ്ടാണ് ഞാൻ. അവന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവന് വിവരമില്ല. നിന്നെപ്പോലൊരു നല്ല പെൺകുട്ടിയെ കിട്ടിയിട്ടും അച്ഛന്റെ പ്രതികാരം തീർക്കാൻ നടക്കുക പൊട്ടൻ. ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ടമ്മു, എല്ലാ അർത്ഥത്തിലും. അവനത് പറഞ്ഞ് അമ്മുവിനെ ബലമായി പിടിച്ചു. അവന്റെ കൈകൾ തന്റെ ശരീരത്തിൽ തൊട്ടതും അമ്മുവിന്റെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു ധൈര്യം വന്നു. അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളിയിട്ട് അവന്റെ പിടിയിൽ നിന്ന് കുതറി മാറി പുറത്തേക്കോടി. പേടിച്ചു പോയ അവൾ മുറിയുടെ വാതിൽ തുറന്ന് വേഗത്തിൽ കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് കാല് സ്ലിപ്പാകുന്നത്. മുകളിലെ പടിയിൽ വെച്ച് കാല് തെന്നിയ അവൾ വല്ലാത്തൊരു ശക്തിയിൽ താഴേക്ക് പതിച്ചതും നിലതെറ്റി അവൾ ചെന്ന് വീഴുന്നത് കോണിപ്പടി കയറി മുകളിലേക്ക് വരികയായിരുന്ന ഇന്ദ്രന്റെ നെഞ്ചിലേക്കാണ്. പെട്ടെന്ന് അമ്മു തന്റെ നെഞ്ചിലേക്ക് വന്നു വീണതും ഇന്ദ്രൻ ഒന്ന് ഞെട്ടിപ്പോയി. അവൻ അറിയാതെ തന്നെ അവളെ താങ്ങി പിടിച്ചുപോയി. ശേഷം അവൻ അവളെ നന്നായി ഒന്ന് നോക്കുമ്പോൾ ആകെ വിയർത്തു കുളിച്ച് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ തളർന്നുപോയ അവളെയാണ് കാണുന്നത്. ഇന്ദ്രൻ അപ്പോൾ കാര്യമറിയാതെ മുകളിലേക്ക് നോക്കി. അപ്പോളാണ് അവൻ അമ്മുവിന് പിറകിലായി കോണിപ്പടി ഇറങ്ങാൻ നോക്കുന്ന സനീഷിനെ കണ്ടത്. ഒരു നിമിഷം ഇന്ദ്രനെ കണ്ടതും സനീഷ് ആകെ ഞെട്ടിപ്പോയി. ഒപ്പം ഇന്ദ്രനും. അമ്മുവിന്റെ അവസ്ഥയും സനീഷിന്റെ പരിഭ്രമവും കണ്ടപ്പോൾ ഇന്ദ്രന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. കാര്യം പ്രതികാര കല്യാണവും അതും ഇതുമൊക്കെയാണെങ്കിലും തന്റെ ഭാര്യയെ മറ്റൊരുത്തൻ കടന്നു പിടിക്കാൻ നോക്കി എന്നറിഞ്ഞ ആ നിമിഷം ഇന്ദ്രൻ വല്ലാതെ ഷോക്കായി പോവുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് അവന്റെ ഉള്ളിലെ ചോര തിളച്ചു മറിഞ്ഞു. താൻ താലി കെട്ടിയ പെണ്ണിനെ തന്റെ കൂട്ടുകാരൻ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന സത്യം അവന്റെ പുരുഷത്വത്തെയാണ് മുറിവേൽപ്പിച്ചത്. ഇന്ദ്രൻ പെട്ടെന്ന് അമ്മുവിനെ മാറ്റി നിർത്തി ഒരു സിംഹത്തെ പോലെ സനീഷിന് നേരെ പാഞ്ഞെടുത്തു. എടോ! സനീഷ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്ദ്രന്റെ കനത്തൊരടി സനീഷിന്റെ മുഖത്ത് പതിച്ചത്. ശേഷം അവൻ സനീഷിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. സനീഷ് അപ്പോൾ തറയിലേക്ക് തെറിച്ചു വീണു. അവന്റെ ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞു. തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ട സനീഷ് പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എടാ ഇന്ദ്ര, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ വെറുതെ. അവൻ എന്തോ ഭയത്തോടെ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ ഇന്ദ്രൻ അവന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുയർത്തി. ഇറങ്ങിപ്പോടാ നായേ, ഇനി നിന്നെ ഈ മുറ്റത്ത് കണ്ടുപോകരുത്. നീ എന്താടാ വിചാരിച്ചത്? കുഞ്ഞുനാള് മുതലേ ഉള്ള കൂട്ടാണെന്ന് കരുതി ഞാൻ നിന്നോടെല്ലാം പറഞ്ഞു എന്ന് കരുതി ഇവളെ ഞാൻ നിനക്ക് പങ്കിട്ട് തരുമെന്ന് കരുതിയോടാ പട്ടി? ഇന്ദ്രൻ അത് ചോദിച്ച് വീണ്ടും അവനെ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ സനീഷ് ഹാളിലെ മേശക്കരികിലേക്ക് തെറിച്ചു വീണു. അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ വലിയ ശബ്ദത്തോടെ നിലത്ത് വീണുടഞ്ഞു. ഇന്ദ്രന്റെ ദേഷ്യം പെട്ടെന്നൊന്നും അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഭാര്യയെ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പുരുഷത്വത്തെയും ആത്മാഭിമാനത്തെയുമാണ് സനീഷ് വില കുറച്ച് കണ്ടതെന്ന് അവന് മനസ്സിലായി. തറയിൽ വീണുകിടന്ന സനീഷിന്റെ നെഞ്ചിലേക്ക് ഇന്ദ്രൻ നന്നായി ആഞ്ഞു ചവിട്ടി. ആ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് സനീഷ് തറയിലൂടെ അല്പം മുന്നോട്ട് തെറിച്ചുപോയി. അവനെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി കോളറിൽ വലിച്ചയച്ചുകൊണ്ട് ഇന്ദ്രൻ മുറ്റത്തേക്ക് കൊണ്ടു ചെന്നിട്ടു. അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ദ്രൻ തന്റെ കണ്ണുകൾ ചുവപ്പിച്ചു. എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇനി നീ ഇവിടെ വന്നു പോകരുത്. ഇനി മുറ്റത്ത് ചവിട്ടിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇന്ദ്രന്റെ ആ കൊലവിളി കേട്ടതും സനീഷ് ആകെ ഭയന്ന് വിറച്ചുപോയി. ഇനി അവിടെ നിന്നാൽ തന്റെ ജീവൻ തന്നെ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വേഗത്തിൽ ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങി. അവൻ പടിപ്പുര കടന്നു പോകുന്നത് നോക്കി മുറ്റത്ത് കുറച്ചു നേരം കിതച്ചുകൊണ്ട് നിന്ന ശേഷം ഇന്ദ്രൻ തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി. മുന്നിലെ വാതിൽ ശക്തിയായി അടയ്ക്കുമ്പോൾ ഹാളിലെ തൂണിനോട് ചേർന്ന് നിന്ന് ഭയന്ന് വിറച്ച് കണ്ണീരൊഴുക്കുന്ന അമ്മുവിനെയാണ് അവൻ കാണുന്നത്. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ഇന്ദ്രന് വല്ലാതെ തോന്നി. അവന്റെ മനസ്സിലെ കടുത്ത ദേഷ്യം പതുക്കെ അലിഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു. കാര്യം എന്തൊക്കെയാണെങ്കിലും അവളുടെ അച്ഛനോടുള്ള വാശി തീർക്കാൻ കല്യാണം കഴിച്ചതാണെങ്കിലും താൻ താലി കെട്ടിയ പെണ്ണിനെ മറ്റൊരുത്തന് പങ്കിട്ടു കൊടുക്കാൻ മാത്രം മോശക്കാരനല്ലായിരുന്നു ഇന്ദ്രൻ. മറ്റൊരാൾക്കും അവളെ തൊടാൻ പോലും അനുവദിക്കാത്ത ഹൃദയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് താൻ ചെയ്തു പോയ വലിയ തെറ്റ് അവന് മനസ്സിലാകുന്നത്. വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ തന്റെ ഭാര്യയെ മറ്റൊരുത്തൻ വീട്ടിൽ കയറി കൈവയ്ക്കണമെങ്കിൽ അത് തന്റെ കൊള്ളരുതായ്മയല്ലേ എന്ന് അവന് തോന്നി. അവൻ ആകെ അസ്വസ്ഥനായി. തന്റെ കാര്യങ്ങളെല്ലാം സനീഷിനോട് തുറന്നു പറഞ്ഞത് കാരണമല്ലേ അവന് ധൈര്യം വന്നത്. താൻ താലി കെട്ടിയ പെണ്ണിന് താൻ വില കൊടുക്കാത്തത് കൊണ്ടാണ് അവളെ തൊടാൻ മറ്റൊരുത്തൻ ധൈര്യപ്പെട്ടതെന്ന കുറ്റബോധം അവന്റെ മനസ്സിൽ അലയടിച്ചു. അവൻ ഒന്ന് അമ്മുവിനെ നോക്കി. ഒരു ദിവസം കൊണ്ട് അവൾ ആകെ കോലം കെട്ടുപോയിട്ടുണ്ടായിരുന്നു.
ഇന്നലെ മണ്ഡപത്തിൽ വെച്ച് അവളെ താലി കെട്ടുമ്പോൾ അവളുടെ മുഖത്തുണ്ടായ നിഷ്കളങ്കമായ പുഞ്ചിരി അവൻ ഓർമ്മ വന്നു. അതിനു മുൻപ് കണ്ട നാൾ മുതൽ തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചതുമെല്ലാം ഇന്ദ്രന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ തന്റെ മുന്നിൽ ക്ഷീണിച്ചു വാടിത്തളർന്ന മുഖവുമായി കോലം കെട്ട് നിൽക്കുന്നത്. താൻ കാരണം ഒരു പെൺകുട്ടി ഒരു ദിവസം കൊണ്ട് ഇത്രത്തോളം തളർന്നു പോയല്ലോ എന്നോർക്കുമ്പോൾ അവനാകെ എന്തൊക്കെയോ പോലെ. അവൻ പതുക്കെ ശാന്തനായി അവൾക്കരികിലേക്ക് ചെന്നു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അമ്മുവിനുള്ളിൽ വലിയ പേടി തോന്നിയെങ്കിലും അതേസമയം തന്നെ അവളുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും കടന്നു വന്നു. തന്നെ ഉപദ്രവിക്കാനും തകർക്കാനും നോക്കിയവനെ ഇന്ദ്രേട്ടൻ ഒട്ടും ദാക്ഷിണ്യമില്ലാതെ തല്ലി ചതച്ചല്ലോ. തന്നെ മറ്റൊരുത്തൻ തൊടാൻ ഇന്ദ്രേട്ടൻ അനുവദിച്ചില്ലല്ലോ എന്നൊരു വലിയ ധൈര്യം അവളുടെ ഉള്ളിൽ അപ്പോൾ തോന്നിയിരുന്നു. ഇന്നലെ രാത്രി തന്നോട് ക്രൂരത കാട്ടിയ ആളാണെങ്കിലും തന്റെ ആത്മാഭിമാനത്തിന് നേരെ കൈനീട്ടിയവനെ ഇന്ദ്രേട്ടൻ വെറുതെ വിട്ടില്ലല്ലോ എന്ന ചിന്ത അവൾക്ക് നൽകിയ ആശ്വാസം വലുതായിരുന്നു. ഇന്ദ്രൻ അത്രയ്ക്ക് മോശക്കാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായ നിമിഷം അവൾക്ക് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദ്രേട്ടാ, അവൾ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അമ്മു പെട്ടെന്ന് തന്റെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞതും ഇന്ദ്രൻ എന്തോ ആയി പോവുകയായിരുന്നു. അവന്റെ ശരീരമാകെ ഒരു നിമിഷം തരിച്ചുപോയി. ഇന്നലെ താൻ അത്രയേറെ വേദനിപ്പിച്ച അവൾ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് തന്നെ ഓടി വന്ന് വീണപ്പോൾ അവൾ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുകയായിരുന്നു. അവളോട് അത്രയും ക്രൂരത കാട്ടിയിട്ടും അവൾക്ക് താൻ ഇത്ര വിലപ്പെട്ടവനാണെന്ന് അവൻ അറിയുകയായിരുന്നു. അപ്പോൾ അവളുടെ നെഞ്ചുരുകിയുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഇന്ദ്രന്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു തുളുമ്പി. ഇന്ദ്രൻ പതുക്കെ അവളെ ചേർത്തു പിടിച്ചുപോയി. അമ്മു അപ്പോൾ സർവശക്തിയും എടുത്ത് അവന്റെ ഷർട്ടിൽ കൈകൾ ചുരുട്ടിപ്പിടിച്ച് വിതുമ്പുകയായിരുന്നു. അവളുടെ കരച്ചിലിന്റെ ആഘാതത്തിൽ അവളുടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ ഉപദ്രവിക്കല്ലേ ഇന്ദ്രേട്ടാ, എനിക്ക് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടാ. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. ഒരിക്കലും ഒരു ഉപദ്രവവും ഞാൻ ഏട്ടന് ചെയ്യില്ല. അച്ഛൻ ചെയ്തു പോയ പോലെ ഒന്നും ചെയ്യില്ല. ഒരു വേലക്കാരിയുടെ സ്ഥാനം മതി എനിക്ക്. എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. അത് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുമ്പോൾ ആ വാക്കുകൾ ഇന്ദ്രന്റെ കാതുകളിലല്ല, നേരിട്ട് അവന്റെ നെഞ്ചിലേക്കാണ് ചെന്ന് തറച്ചത്. ഏയ്, എന്താ ഇത് അമ്മു? ആ വിളി കേട്ടപ്പോൾ അവൾ ഒന്ന് മുഖം പൊന്തിച്ച് അവനെ നോക്കി. പെണ്ണ് കണ്ട് കല്യാണം ഉറച്ച ശേഷം ഫോണിൽ സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ ഇന്ദ്രൻ വിളിക്കാറുണ്ടായിരുന്നു അമ്മു എന്ന വിളി. കരയല്ലേ അമ്മു, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. ദേഷ്യവും വാശിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു മനസ്സിൽ. എന്റെ അച്ഛനെ പറ്റിച്ചെല്ലാം കയ്യിലാക്കിയ നിന്റെ അച്ഛന്റെ കഥകൾ ഒരുപാട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ. എന്നോട് മാത്രം. അമ്മയെയും പെങ്ങളെയും ഒന്നും അറിയിച്ചിട്ടില്ല. ബിസിനസ്സിൽ പാർട്ട്ണറായി വന്ന് വീട് കൈവശപ്പെടുത്തി ചതിച്ചതാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ നിന്റെ അച്ഛന്റെ പേര്. എന്നെങ്കിലും പകരം വീട്ടണമെന്നുണ്ടായിരുന്നു. പറയുമ്പോൾ ഇന്ദ്രന്റെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. അയാൾക്കിട്ട് പണിയണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ നിന്റെ അച്ഛന്റെ സ്വത്ത് തട്ടിയെടുത്ത് പകരം വീട്ടണമെന്നായിരുന്നില്ല മനസ്സിൽ. അതിലും വലുതെന്തെങ്കിലും ചെയ്ത് അയാളെ വേദനിപ്പിക്കണമെന്നാണ് മനസ്സ് പറഞ്ഞത്. ഒടുവിൽ എപ്പോഴോ ആണ് അയാളുടെ ഒരേ ഒരു മോളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിപ്പോയത്. അതിനായി തന്നെയാണ് പെണ്ണ് കാണാൻ വന്നതും കല്യാണം ഫിക്സ് ആക്കിയതുമെല്ലാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരുത്തന് നിന്നെ പങ്കുവെക്കണമെന്ന് മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല. ക്ഷമിക്കണം, ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല. അവൻ ഇങ്ങനെ പെരുമാറുമെന്നും കരുതിയില്ല. ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അമ്മു കരഞ്ഞുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. അച്ഛനോടുള്ള വെറുപ്പ് എന്നോട് മനസ്സിൽ സൂക്ഷിക്കരുത് ഇന്ദ്രേട്ടാ, അമ്മു അവനോട് ഇടർച്ചയോടെ പറഞ്ഞു. അവളുടെ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇന്ദ്രന്റെ മനസ്സിലെ കലിപ്പുകളെല്ലാം ഒലിച്ചു പോയിരുന്നു. അവൻ അവളെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ തലേന്നത്തെ പകയോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇപ്പൊ ഒരു ദേഷ്യവും നിന്നോടില്ല, സത്യമാണ്, ഇന്ദ്രൻ വളരെ പതുക്കെ സ്നേഹത്തോടെ പറഞ്ഞു. അവൻ അത് പറഞ്ഞപ്പോൾ അമ്മു തന്റെ കവിളിലെ കണ്ണുനീർ മെല്ലെ തുടച്ചു. എന്നിട്ട് അവൾ പതുക്കെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ ഇത്രയും കാലം കൊണ്ടു നടന്ന വലിയൊരു ദുഃഖം അവൾ അവനോട് പറഞ്ഞു തുടങ്ങി. അതെന്റെ സ്വന്തം അച്ഛനല്ല ഇന്ദ്രേട്ടാ, അമ്മയുടെ രണ്ടാം ഭർത്താവാണ്. അമ്മയ്ക്ക് പറ്റിയൊരബദ്ധം. അവൾ അത് പറഞ്ഞ് ഇടർച്ചയോടെ നിർത്തി. അമ്മു അങ്ങനെ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. താൻ പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന ആളുടെ മോളല്ല അവൾ എന്ന കാര്യം അവന്റെ തലച്ചോറിൽ മിന്നൽ പോലെ ചെന്നിടിച്ചു. നീ എന്തായി പറയുന്നത്? ഇന്ദ്രൻ അവിശ്വാസത്തോടെ ചോദിച്ചു. സത്യമാണ് ഇന്ദ്രേട്ടാ, എന്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ വേറെ കല്യാണം കഴിച്ചതാ. അമ്മയ്ക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമായിരുന്നു അയാൾ. എനിക്കെന്നും അയാളെ പേടിയായിരുന്നു. അമ്മുവിന്റെ വാക്കുകളിൽ അത്രയും കാലം അനുഭവിച്ച നരകയാതനകൾ നിഴലിച്ചു നിന്നു. ഇന്ദ്രൻ ഒന്നും മിണ്ടാനാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു.
അയാളോടുള്ള ശത്രുത മനസ്സിലിട്ട് അവളുടെ ജീവിതം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവന് മനസ്സിലാവുകയായിരുന്നു അപ്പോൾ. അമ്മു അപ്പോൾ ഇന്ദ്രന്റെ ഷർട്ടിന്റെ അറ്റത്ത് വിരലുകൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും സംസാരിച്ചു. ഇന്ദ്രേട്ടന്റെ അച്ഛനെ ചതിച്ചതുപോലെ തന്നെ എന്റെ അമ്മയുടെ സ്വത്തുക്കളും അയാൾ കയ്യിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ ഞങ്ങൾ അവിടെ ജീവിച്ചു പോന്നത്. മോളെപ്പോലെ കാണേണ്ടതാ ഇന്ദ്രേട്ട അയാൾ എന്നെ. പക്ഷേ എന്നോട് പലപ്പോഴും അയാൾ മോശമായി പെരുമാറുമായിരുന്നു. എന്റെ മുറിയിലേക്ക് അയാൾ എപ്പോഴും ഒളിഞ്ഞു നോക്കുമായിരുന്നു. എനിക്ക് മുറിയിൽ നിന്ന് വസ്ത്രം മാറാൻ പോലും പേടിയായിരുന്നു ഇന്ദ്രേട്ട. ഞങ്ങൾക്ക് പോകാൻ വേറെ ഒരിടവുമില്ലാത്തതുകൊണ്ട് മാത്രമാ ഇത്രയും കാലം അവിടെ സഹിച്ചു പിടിച്ചു നിന്നത്. അത് പറയുമ്പോൾ അമ്മുവിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ വാക്കുകൾ കേട്ടതും ഇന്ദ്രന്റെ കൈകൾ ഒന്ന് നന്നായി അവളുടെ കയ്യിൽ മുറുകി. സ്വന്തം വീട്ടിൽ അവൾ സുരക്ഷിതയല്ലായിരുന്നു എന്ന സത്യം ഇന്ദ്രനെ ആകെ തളർത്തിക്കളഞ്ഞു. എനിക്ക് വന്ന പല കല്യാണാലോചനകളും മുടക്കിയത് അയാൾ തന്നെയാണ് ഏട്ടാ. ഒടുക്കം അമ്മ കരഞ്ഞു കാലു പിടിച്ചിട്ടാണ് ഈ വിവാഹം അയാൾ നടത്തിയത്. ഈ കല്യാണം നടത്തിയില്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടാനുള്ള തറവാടിന്റെ വിഹിതം ഒരിക്കലും അയാൾക്ക് കിട്ടില്ലെന്നും അനാഥാലയത്തിന് എഴുതി കൊടുക്കുമെന്നും അമ്മ വാശി പിടിച്ചപ്പോൾ അയാൾ നിവർത്തിയില്ലാതെ സമ്മതിച്ചതാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്കും അമ്മയ്ക്കും ഏറെ സമാധാനമായിരുന്നു. ഞാനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന വലിയ സന്തോഷം അമ്മയ്ക്കുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാതെ ആയിപ്പോയ ഏട്ടാ ഞാൻ. എന്നെ ഒഴിവാക്കല്ലേ ഏട്ടാ, എനിക്ക് ആരുമില്ല. ഏട്ടൻ എന്നെ എന്ത് വേണേലും ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. എന്റെ ഏട്ടനല്ലേ, വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചാൽ മാത്രം മതി ഏട്ടാ. അമ്മു വിതുമ്പലോടെ പറഞ്ഞു നിർത്തി. അമ്മുവിന്റെ ആ വാക്കുകൾ കേട്ടതും ഇന്ദ്രന്റെ ഉള്ളുലഞ്ഞുപോയി. നെഞ്ചിലേക്ക് കനൽ കോരിയിട്ടതുപോലെയാണ് അവന് തോന്നിയത്. മോൾക്ക് തുല്യം സംരക്ഷിക്കേണ്ട ഒരാളിൽ നിന്ന് സ്വന്തം മുറിയിൽ പോലും സുരക്ഷിതയല്ലാതെ വസ്ത്രം മാറാൻ പോലും പേടിച്ച് അവൾ അനുഭവിച്ച നരകം മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഉള്ളിലെ പുരുഷനും ഭർത്താവും ഒരുപോലെ വിങ്ങി പൊട്ടിപ്പോയി. യഥാർത്ഥത്തിൽ ഇന്ദ്രന്റെ മനസ്സിൽ അവളോട് പകയുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സ് നിറയെ മഹേന്ദ്രനോടുള്ള പകയായിരുന്നു. എന്തൊക്കെ ദേഷ്യവും വാശിയും ഉണ്ടെങ്കിലും അവളെ മറ്റൊരുത്തനും വിട്ടുകൊടുക്കാൻ അവന് പറ്റുമായിരുന്നില്ല. അവളോട് പ്രതികാരം ചെയ്യണമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും കഴുത്തിൽ താലി കെട്ടിയ ശേഷമാണ് അവൻ അവളെ തൊട്ടതുപോലും. അതുകൊണ്ട് തന്നെ സനീഷ് അവളെ കടന്നു പിടിക്കാൻ വന്നതും സ്വന്തം വീട്ടിൽ അവൾ അനുഭവിച്ചതും കൂടെ കേട്ടപ്പോൾ കുറ്റബോധം കൊണ്ട് അവൻ ഇല്ലാതായി പോവുകയായിരുന്നു. പ്രതികാരത്തിന്റെ പേരിൽ അവളെ നോവിച്ചതോർത്തപ്പോൾ അവൻ സ്വയം ശപിച്ചുപോയി. സങ്കടവും കുറ്റബോധവും കൊണ്ട് ഇന്ദ്രൻ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് വാരിപ്പുണർന്നു. ഇനിയൊരു കാറ്റും മഴയും അവളുടെ മേൽ പതിക്കില്ലെന്ന മട്ടിൽ അവൻ അവളെ തന്റെ കൈകൾക്കുള്ളിൽ ഒതുക്കിപ്പിടിച്ചു. അവളുടെ നീളൻ മുടിയകളിലും നെറ്റിയിലും അവൻ ആർദ്രമായി മാറി മാറി ചുംബിച്ചു. അവന്റെ ഹൃദയ താളം അമ്മുവിനപ്പോൾ തൊട്ടറിയാമായിരുന്നു. അവൻ പതുക്കെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു, നേരത്തെ പറയാമായിരുന്നില്ലേ നിനക്കെന്നോട്? പറയാൻ വന്നതാ ഏട്ടാ, പക്ഷേ അപ്പോളേക്കും ഏട്ടന്റെ ദേഷ്യം കണ്ട് ഞാൻ ആകെ പേടിച്ചുപോയി. അമ്മു അവന്റെ നെഞ്ചിലേക്ക് വിരലുകൾ അമർത്തിപ്പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ആ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ ഇന്ദ്രന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൾ കാണാതെ ഒലിച്ചിറങ്ങി. താൻ ഇന്നലെ കാട്ടിയ പക നിറഞ്ഞുള്ള ദേഷ്യമാണ് അവളെ ഭയപ്പെടുത്തിയതെന്ന സത്യം അവന്റെ നെഞ്ചുരുക്കി. അവനപ്പോൾ അവളെ കൂടുതൽ മുറുക്കി പിടിച്ചു. തന്റെ ജീവന്റെ ഭാഗമെന്നോണം നെഞ്ചിലേക്ക് ചേർത്തു വെച്ചു. ഈ പ്രപഞ്ചത്തിൽ തനിക്ക് ധൈര്യമായി ചായാൻ ഇന്ദ്രന്റെ നെഞ്ചുണ്ട് എന്ന വിശ്വാസത്തിൽ അമ്മു അവന്റെ ആ പുണരലിൽ ഒതുങ്ങിക്കൂടി. സങ്കടം കൊണ്ടൊന്നും പറയാനാകാതെ അവൻ അവളെ വീണ്ടും വീണ്ടും അവനിലേക്ക് ചേർത്തു പിടിച്ചു. ഇനി ഒരിക്കലും താൻ കാരണം അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പോടെ ഇന്ദ്രൻ അവളുടെ നെറ്റിയിലും കവിളുകളിലും ഇമകളിലും മാറി മാറി ഉമ്മകൾ കൊണ്ട് മൂടാൻ തുടങ്ങി. ഇന്ദ്രന്റെ ആ ഓരോ ചുംബനത്തിലും വാക്കുകളേക്കാൾ വലിയ പ്രായശ്ചിത്തവും സ്നേഹവുമായിരുന്നു. അന്ന് അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്ധ്യയായപ്പോൾ ഒന്ന് പുറത്തു പോയി വരാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ആ രാത്രിയിൽ നഗരത്തിന്റെ ഒരു കോണിലുള്ള ആളൊഴിഞ്ഞ പഴയ ഇരുണ്ട ഫാക്ടറിയിൽ പൊടിയും കരിയും നിറഞ്ഞ തറയിലേക്ക് വീണ് കിടക്കുകയായിരുന്നു അമ്മുവിന്റെ രണ്ടാനച്ഛനായ മഹേന്ദ്രൻ എന്ന ദുഷ്ടൻ. ഫോൺ കോളിലൂടെ ഒരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ അയാളെ വിളിച്ചു വരുത്തി മുഖത്ത് ടവൽ കെട്ടി ചവിട്ടി കൂട്ടുകയായിരുന്നു ഇന്ദ്രൻ. അപ്പോൾ ഭ്രാന്തവെറിയോടെയാണ് ഇന്ദ്രൻ അയാളെ തല്ലി ചതച്ചത്. നിലത്തിട്ട് അയാളെ ക്രൂരമായി പണിയുമ്പോൾ ഇന്ദ്രന്റെ മനസ്സിൽ തന്റെ അച്ഛനോട് അയാൾ ചെയ്ത ചതി മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്,
മോളെപ്പോലെ കാണേണ്ട ഒരു പാവം പെൺകുട്ടിയെ, തന്റെ പെണ്ണിനെ മോശമായ കണ്ണുകൊണ്ട് നോക്കി അവളെ ഒരുപാട് വിഷമിപ്പിച്ച ആ ദുഷ്ടനോടുള്ള അടങ്ങാത്ത പ്രതികാരം കൂടിയായിരുന്നു അത്. അതായിരുന്നു അവന്റെ ഓരോ ചവിട്ടിലും അടിയിലും ഉണ്ടായിരുന്നത്. ഇന്ദ്രന്റെ ഓരോ പ്രഹരവും അയാളുടെ അസ്ഥികളെ നുറുക്കി. വേദന കൊണ്ട് നിലവിളിക്കാൻ പോലും ആകാതെ അയാൾ തറയിൽ കിടന്നു പിടഞ്ഞു. ഉള്ളിന്റെ ഉള്ളിലെ ദയ കൊണ്ട് മാത്രം അയാളെ കൊല്ലാതെ വിട്ടുകൊണ്ട് ആ ഇരുണ്ട ഫാക്ടറിയിൽ ഉപേക്ഷിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ ഇന്ദ്രന്റെ മനസ്സിൽ എന്തോ വലിയ സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മുഖത്തെ ടവലൂരി ജീപ്പിന്റെ സ്റ്റിയറിംഗിലേക്ക് കൈകൾ വെക്കുമ്പോൾ ഇന്ദ്രന്റെ മനസ്സിൽ മുഴുവൻ അമ്മുവിന്റെ മുഖമായിരുന്നു. വീട്ടിൽ തനിക്കായി കാത്തിരിക്കുന്ന അമ്മുവിന്റെ നിഷ്കളങ്കമായ മുഖം. പ്രതികാരത്തിന്റെ കനലുകളെല്ലാം അണഞ്ഞ് അവൾക്ക് സമ്മാനിക്കേണ്ട സ്നേഹത്തെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അവൻ പടികടന്നെത്തുമ്പോൾ തറവാട്ടിന്റെ അകത്തളത്തിൽ അവനെയും കാത്ത് ആ പാവം പെണ്ണുണ്ടായിരുന്നു. അവന്റെ അമ്മു.